ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കക്കയിറച്ചി ഫ്രൈ ചെയ്യാം. അതിനാദ്യം ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇത് ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അത് കഴുകി എടുത്താൽ മതി. കഴുകി വെള്ളം കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതി. അതിൻ്റെ അകത്തെ അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ചുമ്മാ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ശകലം ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൽ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി, വേറെ നമ്മളൊന്നും ഇതിലിടുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം കൂടുതലിരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരുവിധം ഒന്ന് ആകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. മണത്തിന് രുചിക്കൊക്കെ നല്ലതാണ് കറിവേപ്പില. ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമുക്ക് കൈവിടാതെ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.